ഇനി നമുക്ക് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ വിലയിരുത്തുന്നു നോക്കാം. നിങ്ങൾ മ്യൂച്വലി നിങ്ങൾ ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരുപാടുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എടാ കഴിവേറി, നിന്റെ ഭാര്യ പാവം ശ്രേയ നിന്നെ ഹരിചന്ദ്ര മഹാരാജാവിനേക്കാൾ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങളുടെ ലൈഫിന്റെ സക്സസ്. നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് എല്ലാ ലവേഴ്സിന്റെ മാരിയും ഹൈലി പൊസസീവ് ആയിരുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ആരെങ്കിലും നോക്കിയാൽ കുറ്റം എല്ലാം ഉണ്ടായിരുന്നു. ചേട്ടാക്ക് എന്തൊരു കെയറിങ്ങാ. അവള് പറഞ്ഞ പോലെ അടി എന്ന് പറഞ്ഞാല് നല്ലോണം എന്റെ അടുത്ത് അടിയും കിട്ടിയിട്ടുണ്ട്. ടാട്ടൻ ഇങ്ങനെ കലിപ്പാവുമ്പോഴേ മോളൂസിന് തോന്നുന്നുണ്ടോ ടാട്ടൻ ഒട്ടും സ്വാതന്ത്ര്യം തരാത്ത ഒരു ഹസ്ബൻഡ് ആണെന്ന്? അടി കിട്ടിയ സമയത്തും അതെന്നെ ഒരു ഭാര്യ, എന്നെ ഒരു ഭർത്താവാണ് അടിച്ചത്, എന്നെ ഒരു ആണാണ് അടിച്ചത് എന്നുള്ള ഒരു ഫോക്കസിലൊക്കെ ചേട്ടൻ നന്നായിട്ട് സ്വാതന്ത്ര്യം തരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. ലേഡീസിന് പൊതുവായിട്ട് വേണ്ടത് ഫ്രീഡം ആണ്. അത് ചേട്ടൻ തരും. ഞാനൊരു ഭാര്യനെ തല്ലി ഭർത്താവ് എന്നുള്ള രീതിയാണെങ്കിൽ പോലും, അങ്ങനെയുള്ളൊരു സാധനമാണെങ്കിലും ഇതിനെ ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. അരിമോൾ എപ്പോഴും പറയും, പ്രജേട്ടാ ഓൾറെഡി ഒരു ഇതുണ്ട്, അത് വെച്ചിട്ട് ഏട്ടൻ വേറെ അങ്ങോട്ട് പോവല്ലേ, എപ്പോഴും പറയും അവള്. ഞാനത് കേൾക്കില്ല, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യുന്നത് കേൾക്കുമ്പോ. ഇനി എന്താ ആള് ഭയങ്കര കലിപ്പനാണല്ലേ. 3 വയസ്സ് തൊട്ട് 60 വയസ്സുള്ള ചേച്ചിമാര് വരെ നമ്മുടെ പീലുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഒരേപോലെയാണ് ആള് മാനേജ് ചെയ്യുന്നത്. എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ? എല്ലാവരും എന്നോട് കോമൺലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇത്രയും സ്ത്രീകളുടെ കൂടെ ഉള്ളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ നീയാണ് ഒരു സംഭവം, മഹാസംഭവം. ഇങ്ങനെയുള്ള കൂതറകളെ തന്നെ വേണം ഭാര്യയായിട്ട് കിട്ടാൻ. പക്ഷെ ആ സ്ത്രീകളുടെ കൂടെ ആൾ എങ്ങനെയാന്നുള്ളത് ഞാൻ ശരിക്കും കാണുന്നുണ്ട്. അതായത് എന്നെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഒന്നും അല്ല പുള്ളി ചെയ്യുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇത്രയും കാലങ്ങളായിട്ട് ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ ഇത്രയും ലേഡീസിനെ, ഐ മീൻ ഞങ്ങളുടെ ഇടയിലാണ് ഞാൻ പറയുന്നത്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ.